മുഖ്യമന്ത്രിക്കെതിരെ കനപ്പെട്ട ആരോപണവുമായാണ് വി.ഡി. സതീശൻ, അതായത് പ്രതിപക്ഷ നേതാവ്, ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 2023 മെയ് 20 മുതൽ 22 വരെ തൃശൂർ വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന RSS സമ്മേളനത്തിൽ, ക്യാമ്പിൽ, അവിടെ പങ്കെടുത്ത RSSന്റെ ഉന്നത നേതാവിനെ കാണാൻ മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെ നിയോഗിച്ചു എന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇത് എന്തിനാണ് നിയോഗിച്ചത്? മുഖ്യമന്ത്രി സത്യം പറയണമെന്ന് വി.ഡി. സതീശൻ വെല്ലുവിളിക്കുന്നുണ്ട്. ഒരു പക്ഷേ എങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ, മറ്റ് കേന്ദ്ര ഏജൻസികൾ, കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള അഴിമതി കേസുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ചവിട്ടിപ്പിടിക്കാൻ RSS നേതൃത്വത്തെ ADGP കണ്ട് ധരിപ്പിച്ചു എന്ന് വേണം കരുതാനെന്നും വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്, ആരോപിക്കുന്നുണ്ട്. ശരിക്കും ADGP MR അജിത് കുമാർ RSSന്റെ ഒരു ചാരനാണോ എന്ന സംശയം വരെ പ്രതിപക്ഷ നേതാവ് ഒരവസരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പി ശശിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ശശിയാണ് പോലീസിനെ അടക്കി ഭരിക്കുന്നത്, സൂപ്പർ മുഖ്യമന്ത്രിയായി ശശി മാറുന്നുണ്ട് എന്ന ആരോപണം പുറത്ത് ഉണ്ട്. ഈ ശശി MR അജിത് കുമാറിനെ കയറൂരി വിടുന്നു. ശശിയാണ് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ശശി MR അജിത് കുമാറിനോട് പറയുന്നു, അജിത് കുമാർ ഇത് ചെയ്യുന്നു എന്ന തരത്തിൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഔദ്യോഗിക വാഹനം ഒരു ഹോട്ടൽ അവിടെ നിർത്തിയ ശേഷം സ്വകാര്യ വാഹനത്തിലാണ് MR അജിത് കുമാർ RSS നേതാവായ ദത്താത്രേയെ കാണാൻ പോയതെന്നും 1 മണിക്കൂറോളം അവർ സംസാരിച്ചു എന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് ശശിയും MR അജിത് കുമാറും. അതുകൊണ്ട് മുഖ്യമന്ത്രി MR അജിത് കുമാറിനെയും ശശിയെയും സംരക്ഷിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു. മറ്റൊരു കാര്യം ഇക്കൊല്ലം നടന്ന സംഭവമാണ്. തൃശൂർ പൂരം കലക്കിയത്. ഇലക്ഷന് BJPക്ക് വിജയത്തിന് കളമൊരുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്ന സംഘം ചെയ്ത ഒരു പരിപാടിയാണ് പൂരം കലക്കൽ. എന്നിട്ട് BJPക്ക് ജയം ഉറപ്പിച്ചു കൊടുത്തു. അതൊരു അവിശുദ്ധ ബാന്ധവത്തിൻ്റെ ചുവട് പിടിച്ചാണ് എന്നും പറയുന്നുണ്ട്. ഒരുപക്ഷേ എങ്കിൽ BJP സുരേഷ് ഗോപിയുടെ ജയത്തോടു കൂടി പല അന്വേഷണങ്ങളും സമാപിച്ചു. കരുവന്നൂർ ബാങ്കിന് ED ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല, കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. അങ്ങനെ അന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്നു കേട്ട പല ആരോപണങ്ങളും ഇപ്പോഴില്ല. അതിന് കാരണം സുരേഷ് ഗോപിയുടെ ജയമാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ശരിക്കു പറഞ്ഞാൽ തൃശൂർ പൂരം കലക്കിയത് അന്ന് അവിടെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ആളും ADGP MR അജിത് കുമാറും മുഖ്യമന്ത്രിയും ചേർന്ന ഒരു നെക്സസാണ്, ഒരു സംഘമാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വാസ്തവമാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും സുരേഷ് ഗോപി അവിടെ ജയിച്ചു. തൃശൂർ പൂരം ഒരു ദിവസം മഠത്തിലെഴുന്നള്ളിപ്പ്, അത് മുതൽ പിറ്റേ ദിവസം വരെയും ഈ കമ്മീഷണർ അവിടെ അഴിഞ്ഞാടി എന്ന് CPM തന്നെയാണ് പറഞ്ഞത്, CPM അണികൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ MR അജിത് കുമാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP തൃശ്ശൂരിൽ ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കമ്മീഷണർ ഇത്തരത്തിൽ ഇടപെടുന്നത്. കമ്മീഷണറെ വേണമെങ്കിൽ നിലയ്ക്ക് നിർത്താമായിരുന്നു, പക്ഷേ MR അജിത് കുമാർ അത് ചെയ്തില്ല. കാരണം ശശി, പിണറായി വിജയൻ, MR അജിത് കുമാർ ഇവരൊക്കെ BJPക്ക് അവിടെ കളമൊരുക്കുകയായിരുന്നു. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക അതിലൂടെ സാധ്യമാകുന്നു. അത് VS സുനിൽകുമാർ അദ്ദേഹവും ഇതേ കാര്യങ്ങൾ തന്നെ ആരോപിക്കുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ആരോപണങ്ങൾ ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് മറ്റൊരു PV അൻവർ ആവുകയാണോ എന്ന് പറയേണ്ടി വരും. മാത്രമല്ല KPCC ഇതിനെതിരെ സമരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സമരം നയിക്കും എന്നാണ് പറയുന്നത്. PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണം. ഇത്തരം ഇടപെടലുകളിൽ മുഖ്യമന്ത്രി, ADGP, അതുപോലെ തന്നെ ഈ ഉന്നത കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, സ്വർണം മറിച്ചുവിക്കൽ, ഇങ്ങനെ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളിൽ CBIയുടെ അന്വേഷണം വേണമെന്നാണ് KPCCയുടെ ആവശ്യം. ഈ അന്വേഷണമൊക്കെ നടക്കുമോ, അതോ നേരത്തെ നടന്ന അന്വേഷണങ്ങൾ പോലെ ഏതെങ്കിലും ഫയലിൽ ഉറങ്ങുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.